ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് MSMEs. കഴിഞ്ഞ ക്ലാസ്സിലെ MSME എന്താണ്, അതിൻ്റെ ഡെഫിനിഷന്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് റോൾ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് MSMEs ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിലല്ല, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ പോലത്തുള്ള കൺട്രീസിൽ എത്രത്തോളം ഈ MSMEs അതിൻ്റെ റോൾ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ റോളിൽ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഒന്നാമത്തത് ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്, സിമ്പിൾ ടെക്നോളജി, ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ, ഷോർട്ടർ ജസ്റ്റേഷൻ പീരിയഡ്, പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റ്. ഇത്രയാണ് എന്തിൻ്റെ റോള്, MSMEയുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ വഹിക്കുന്ന റോളും അതിൻ്റെ ഇമ്പോർട്ടൻസും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. MSME ഒരു കൺട്രീസിൽ MSME സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MSMEs are generally labor intensive. This means that the labor investment ratio is high. നമ്മൾ MSMEൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു MSME എന്ന് പറയുന്നത് എന്താ, ലേബർ ഇൻറ്റൻസീവാണെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ ഇൻറ്റൻസീവിനെക്കാട്ടിയും കൂടുതൽ ലേബർ ഇൻറ്റൻസീവാണ് ഇത് MSME. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ക്യാപിറ്റലായിട്ടുള്ള ഐറ്റംസ്, മെഷീനറീസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ ഓരോ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ പ്രൊഡക്ഷനും മറ്റുള്ള ഓർഗനൈസേഷനിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷൻ നടത്താനും ആ ഓർഗനൈസേഷനിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും നടത്താനും നമ്മൾ ഈ മെഷീനറീസും അതിൻ്റെ പകരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ലേബേഴ്സിനെയാണ് നമ്മൾ കൂടുതലായിട്ടും ആ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MSMEയിലും നമ്മൾ കൂടുതൽ എന്താ ഉപയോഗിക്കുന്നത്, ലേബേഴ്സിനെയാണ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ MSMEs ആർ കോൾഡ് ലേബർ ഇൻറ്റൻസീവ്. ഈ MSMEയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലേബറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതായത് ക്യാപിറ്റലിനെക്കാട്ടിയും കൂടുതൽ ലേബേഴ്സിനെ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ MSMEയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അക്കോർഡിംഗ്ലി ദേ വിൽ ബി ഏബിൾ ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇങ്ങനെ നമ്മൾ ഓർഗനൈസേഷനിൽ കൂടുതൽ ലേബേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ലേബേഴ്സിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് എന്ത് കിട്ടും, ആ ഒരു ഓർഗനൈസേഷനിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. MSMEs ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പേഴ്സൺസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ. MSMEs are made relatively a small amount of capital. Hence, it is suitable to country like India where capital is deficient. നമ്മൾ MSMEയുടെ ഡെഫിനിഷനിൽ പറഞ്ഞപ്പോൾ നമ്മൾ മൈക്രോൻ്റെ ഡെഫിനിഷന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് പറഞ്ഞു. അതേപോലെ മൈക്രോ, മീഡിയം, സ്മോൾ, അങ്ങനെ മാനുഫാക്ചറിങ് ഇതിലും പറഞ്ഞ് സർവീസിലും നമ്മൾ പറഞ്ഞ് അതിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിങ്ങനെ MSMEയിൽ മറ്റേ മൈക്രോ ആണെങ്കിൽ 25 ലാഖിനെക്കാട്ടിയും കൂടാൻ പാടില്ല. പിന്നെ സ്മോൾ ആണെങ്കിൽ 5 കോടി 25 ലക്ഷത്തിൻ്റെയും 5 കോടിയിലും ഇടയിലായിരിക്കണം, 5 കോടിയിൽ കൂടാൻ പാടില്ല. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ക്യാപിറ്റലിൽ പറഞ്ഞ്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് അതായത് കുറച്ചല്ല, 25 ലാക്ക് ആ ഒരു ക്യാപിറ്റൽ മതി നമുക്ക് തുടങ്ങാൻ. സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മതി ഈ MSMEs സ്റ്റാർട്ട് ചെയ്യാൻ. ലാർജ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ക്യാപിറ്റൽ വേണം. MSMEs തുടങ്ങാൻ സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയെ പോലെയായിട്ടുള്ള ക്യാപിറ്റൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രീസ് ലൈക്ക് ഇന്ത്യ പോലുള്ള ക്യാപിറ്റൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രീസിൽ ഈ MSMEs സ്റ്റാർട്ട് ചെയ്യാൻ എന്താ ഈസിയാണ്. കാരണം സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് അതിന് ആവശ്യമായിട്ടുള്ളത്. എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ, ഇങ്ങനെ നമ്മൾ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രീസിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഈ എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയിന്റിൽ പറയുന്നത്.
ഇനി മൂന്നാമത്തെ പോയിന്റ്, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ജനറലി സ്മോൾ ഓണ്ടർപ്രൈസസ് ആർ ലൊക്കേറ്റഡ് ഇൻ എ വില്ലേജ് ആൻഡ് സ്മോൾ ടൗൺ. Therefore, it is possible to have a balanced regional growth of industries. എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഏത്, MSMEസിൽ. കാരണം MSMEസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെ, സിറ്റീസിലോ അല്ലെങ്കിൽ അർബൻ ഏരിയാസിലോ അല്ല എന്ത് ചെയ്യുന്നത്, MSMEസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. MSME ലൊക്കേറ്റ് ചെയ്യുന്നത് വില്ലേജ് അല്ലെങ്കിൽ സ്മോൾ ടൗൺസ് എന്നുള്ള ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുക, MSMEസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദിറ്റ്സ് ഹാവ് എ ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എന്തായിരിക്കും, അതായത് കോമൺലി എന്താ, വില്ലേജ് അല്ലെങ്കിൽ സ്മോൾ ടൗൺസിൽ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും, റീജിയണൽ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ അർബൻ ഏരിയസിലായിരിക്കും എന്ത് ചെയ്യുക, കൂടുതൽ. അപ്പോൾ ആളുകൾ ഈ വില്ലേജ് അല്ലെങ്കിൽ സ്മോൾ ടൗൺസിൽ ഈ MSMEസ് ഉണ്ടാക്കുന്നത് വഴി എന്ത് ചെയ്യും, റീജിയണൽ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ കോൺസെൻട്രേഷൻ, അവിടെ മാത്രം തുടങ്ങുക എന്നുള്ള ആൾക്കാരുടെ ഒരു അർബൻ ഏരിയാസിൽ തുടങ്ങിയാൽ കൂടുതൽ സ്കോപ്പ് ഉണ്ടാവും, കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ വരും എന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ MSMEസ് പെർട്ടിക്കുലർലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഏരിയയിലായിരിക്കും, വില്ലേജ് ആൻഡ് സ്മോൾ ടൗൺസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് MSME. ഇനി നാലാമത്തെ പോയിന്റ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. എല്ലാ ആൾക്കാർക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം വെൽത്ത് എന്ത് ചെയ്യുന്നുണ്ട്, MSME പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MSMEs ensure a more equitable distribution of national income and wealth. It removes the drawback of capitalism, abnormal profiteering, concentration of wealth and economic power in the hands of few, etc. അതായത് ഈ MSMEയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ ഇൻകം വെൽത്തും ഒക്കെ എല്ലാ ആളുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന ആളുകൾക്ക് കുറച്ച് കൂടുതൽ, ഇന്ന ആളുകൾക്ക് പറ്റ കുറവ്, അങ്ങനെയൊന്നുമില്ല. ഏത് ആൾക്കാരാണെങ്കിലും അവിടെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്താണ്. ഈക്വലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ ഇൻകം വെൽത്തും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് റിമൂവ്സ് ദ ഡ്രോബാക്ക് ഓഫ് ക്യാപിറ്റലിസം. എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളിൽ മാത്രം ഒരു ഇത് കേന്ദ്രീകരിച്ച് നിൽക്കാനുള്ള, അതായത് പ്രോഫിറ്റ് മുഴുവൻ അല്ലെങ്കിൽ ആ വെൽത്ത് മുഴുവൻ ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുക എന്നുള്ള ആ ഒരു ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഡ്രോബാക്ക് അതാണ് അതിൻ്റെ ഡ്രോബാക്ക്. ഇറ്റ് റിമൂവ്സ് ദ ഡ്രോബാക്ക് ഓഫ് ക്യാപിറ്റലിസം ഒഴിവാക്കാൻ പറ്റും. അബ്നോർമൽ പ്രോഫിറ്ററിങ് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില ആളുകളിൽ മാത്രം എക്കണോമിക് പവറും വെൽത്തും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതും എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും തുല്യ എമൗണ്ട് എന്ത് ചെയ്യും, എല്ലാ ആളുകൾക്കും ഈക്വലായിട്ട് നാഷണൽ ഇൻകം വെൽത്തൊക്കെ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസം, അബ്നോർമൽ പ്രോഫിറ്ററിങ്, കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇനി മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്. MSMEs are helpful in mobilizing capital. The spreading of industries even in small towns and villages will encourage the habit of thrift and investment among the people of rural areas. MSMEs കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ലോക്കലായിട്ടുള്ള റിസോഴ്സസ് ആണ്. അതായത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള, മറ്റുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയലോ അങ്ങനത്തെയുള്ള കാര്യങ്ങളോ ഒന്നല്ല MSMEs യൂസ് ചെയ്യുന്നത്. ലോക്കലായിട്ട് എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണോ ആ റിസോഴ്സസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക. വില്ലേജ് വുഡ് എൻകറേജ് ദ ഹാബിറ്റ്സ് ഓഫ്, ഇങ്ങനെ ഈ ലോക്കൽ റിസോഴ്സ് ഇങ്ങനെ മൊബിലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ലോക്കൽ പേഴ്സൺസിന്, അതായത് ലോക്കലായിട്ടുള്ള വില്ലേജിലും മറ്റുള്ള ഏരിയാസിലും സ്മോൾ ടൗൺസിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ ഇടയിൽ ത്രിഫ്റ്റ്, അതായത് നമ്മൾ മാക്സിമം ചിലവ് കുറച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ഏണിങ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ചിലവ് കുറക്കുക.
അങ്ങനെ ചെയ്യുക അത്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ആ ആളുകളുടെ ഇടയിൽ ഇൻവെസ്റ്റ്മെൻറ്റും ത്രിഫ്റ്റും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, എൻകറേജ് ചെയ്യാൻ പറ്റും ആളുകളുടെ ഇടയിൽ. അതിനെന്ത് ചെയ്യുന്നുണ്ട്, MSMEs ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്. ലോക്കൽ റിസോഴ്സസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും, ത്രിഫ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റും എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, സിമ്പിൾ ടെക്നോളജി. MSMEs ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ടെക്നിക്സാണ്, അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള, അതായത് ആ ഏരിയാസിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ കൺട്രീസിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് എന്തൊക്കെയാണ്, ആ ടെക്നോളജിയാണ് എന്ത് ചെയ്യുന്നത്, ഈ MSMEs ഉപയോഗിക്കുന്നത്. ഇൻഡിജീനിയസ് ആയിട്ടുള്ള ടെക്നോളജീസ്. മോഡേൺ ടെക്നിക്സ് അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ടെക്നിക്സോ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസ് എക്സ്പോർട്ട് ചെയ്ത മെഷീൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, MSMEs ഉപയോഗിക്കുന്നില്ല. But simple techniques of production can be adopted more easily by MSME without much investment. നമ്മൾ മറ്റുള്ള കൺട്രീസിൽ നിന്ന് ഇപ്പോൾ മെഷീനറീസ്, മറ്റുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, മറ്റുള്ള ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള കൺട്രീസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ഏരിയാസിൽ, അതായത് ടെക്നോളജിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ബട്ട് നമ്മൾ ലോക്കലായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ആ കൺട്രീസിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ടെക്നോളജീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മതി, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി ടെക്നോളജിയിൽ. അങ്ങനെ സിമ്പിൾ ടെക്നോളജി, MSME യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ടെക്നോളജീസാണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ്, ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ. MSMEs എന്ത് ചെയ്യുന്ന, ഫോറിൻ ക്യാപിറ്റലിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ലെസ് ഡിപ്പെൻഡൻ്റ് ആണ്. കൂടുതലായിട്ടും നമ്മൾ ഫോറിൻ ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ അടുത്തുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. MSME use a relatively low proportion of imported equipment and materials. It reduces the need for foreign capital. നമ്മൾ സിമ്പിൾ ടെക്നോളജി ആ പോയിന്റിൽ പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസും എക്യുപ്മെൻറ്റ്സും ടൂൾസും മെറ്റീരിയൽസും ലോക്കലായിട്ടുള്ള റിസോഴ്സസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ആ ഓർഗനൈസേഷനിൽ നമ്മൾ നടത്തുന്നത്. നമ്മൾ മറ്റുള്ള കൺട്രീസിൽ നിന്നും, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അവിടുത്തെ മെഷീനറീസ് ആയാലും അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ആയാലും ആ കൺട്രീസിലെ ടൂൾസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ നീഡ് ഫോർ ഫോറിൻ ക്യാപിറ്റൽ. ഫോറിൻ ക്യാപിറ്റലിൻ്റെ നീഡ് എന്ത് ചെയ്യും, അവിടെ കുറയും. കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, ക്യാഷ് കൊടുക്കണം. അതിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജപ്പാനിൽ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസും കാര്യങ്ങളും മെഷീനറീസൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ക്യാഷ് കൊടുക്കണം. അവർക്ക് നമ്മൾ ഇന്ത്യൻ കറൻസി കൊടുത്താൽ അവർ അക്സെപ്റ്റ് ചെയ്യുമോ ജപ്പാനിൽ? അവർക്ക് അവരുടേതായിട്ടുള്ള കറൻസി, അതായത് ഫോറിൻ ക്യാപിറ്റൽ അവർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫോറിൻ ക്യാപിറ്റൽ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ നീഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് ഷോർട്ടർ ജസ്റ്റേഷൻ പീരിയഡ്. നമ്മൾ MSMEയുടെ ഫീച്ചർ പറഞ്ഞ് ഷോർട്ടർ ജസ്റ്റേഷൻ പീരിയഡാണ്. ജസ്റ്റേഷൻ പീരിയഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ അതായത് ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടത്തി സെയിലൊക്കെ ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ, അതായത് നമ്മുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര റിട്ടേൺ ആണോ കിട്ടുന്നത് ആ ഒരു പീരിയഡിനാണ് ജസ്റ്റേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. In these enterprises, the time lag between the execution of the investment project and start of flow of consumer goods is relatively short. അതായത് പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത ആ ടൈമും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആ ഒരു ടൈമും എന്താണ്, ഷോർട്ടാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ ലാർജ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലും കാര്യങ്ങളും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ നമ്മൾ മറ്റുള്ള ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നുള്ള അസിസ്റ്റൻസ് ഒക്കെ എടുത്ത് നമ്മൾ കടം വാങ്ങിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തി ഒക്കെ ചെയ്ത് പക്ഷേ എന്ത് ചെയ്യണം, ആ കിട്ടുന്ന
ക്യാഷ് ഈ കട അടക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അതായത് കടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആ ഒരു പീരീഡ് വരെ എന്തായിരിക്കും, ബിഗ് ഓർഗനൈസേഷനിൽ ലാർജ് ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് MSMEസിൽ എന്താ, അത് സ്മോളാണ്, ആ പീരീഡ് സ്മോളാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് എന്ത് ചെയ്തിരിക്കും, റിട്ടേൺ കിട്ടിയിരിക്കും. അതാണ് ഷോർട്ടർ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. MSMEs എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. MSMEs ഫോസ്റ്റർ ഇൻഡിവിജ്വൽ സ്കിൽസ് ആൻഡ് ഇനീഷ്യേറ്റീവ് ആൻഡ് പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പെർട്ടിക്കുലർലി എമംഗ് ദ എഡ്യൂക്കേറ്റഡ് ആൻഡ് പ്രൊഫഷണൽ ക്ലാസ്. എഡ്യൂക്കേറ്റഡും പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. MSMEs ആണ് പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഇനി നെക്സ്റ്റ്, പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ്. എന്താന്ന് പറയുന്നത്, പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട് ആൻഡ് റിഡ്യൂസ് ഇമ്പോർട്ട്സ്. നമ്മൾ മാക്സിമം ഇമ്പോർട്ട് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് മറ്റുള്ള കൺട്രീസിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട് എക്സ്പോർട്ട് ആൻഡ് റെഡ്യൂസ് ഇമ്പോർട്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റ്. MSMEs ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ എൻവിയോൺമെൻറ്റ് ബൈ റിഡ്യൂസിങ് ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ. MSME നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ബൈ റിഡ്യൂസിങ് ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ. ആ ഒരു ഓർഗനൈസേഷനിലെ പൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോബ്ലം മാക്സിമം റിഡ്യൂസ് ചെയ്തുകൊണ്ട് എൻവിയോൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം MSME മീഡിയം സ്മോൾ ഓർഗനൈസേഷനാണ് നമ്മൾ, മൈക്രോ സ്മോൾ മീഡിയം ഓർഗനൈസേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ബിഗ് ഓർഗനൈസേഷൻ അല്ല. അപ്പോൾ അവിടുത്തെ പൊല്യൂഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. അത് റെഡ്യൂസ് ചെയ്യാൻ ഇതിന് കഴിയും, MSMEസിന് കഴിയും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ MSMEക്ക് കഴിയും. പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റ്. അപ്പോൾ ഇന്ന് ഇത്രയും പോയിൻറ്റ്സ് ആണ് പറഞ്ഞത്. റോൾ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് MSMEs. ഒന്നാമത്തത്, ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ. MSME എന്ത് ചെയ്യുന്നുണ്ട്, തുടങ്ങാൻ വേണ്ടിയിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആ MSME തുടങ്ങാനായിട്ട് മതി. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺട്രീസിൽ ഈ MSME തുടങ്ങാൻ കൂടുതൽ സ്യൂറ്റബിൾ ആണ്. ദെൻ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഈ MSME തുടങ്ങുന്നത് വില്ലേജ് ആൻഡ് സ്മോൾ ടൗൺസിലാണ്. അപ്പോൾ മറ്റുള്ള, അതായത് അർബൻ ഏരിയാസിൽ കൂടുതലായിട്ടും കോൺസെൻട്രേഷൻ ഒഴിവാക്കിക്കൊണ്ട് ഈ വില്ലേജ് ആൻഡ് സ്മോൾ ടൗൺസിലായിരിക്കും MSME തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ്ഡ് ആയിട്ടുള്ള റീജിയണൽ ഡെവലപ്മെൻറ്റ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. എല്ലാ ആളുകളുടെ ഇടയിലും ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് നാഷണൽ ഇൻകം ആൻഡ് വെൽത്ത് ആയിരിക്കും. അങ്ങനെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റലിസം, പ്രോഫിറ്റ്, അബ്നോർമൽ പ്രോഫിറ്ററിങ്, കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സ്, സിമ്പിളായിട്ടുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും MSMEs യൂസ് ചെയ്യുക. ദെൻ ലെസ് ഡിപ്പെൻഡൻസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. ദെൻ ഷോർട്ടർ ജസ്റ്റേഷൻ പീരിയഡ്, പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റ്. Okay, thank you.